അപ്പോൾ നമ്മൾ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ NCERT സീരീസിലെ പാർട്ട് 3 ആണിത്. ഇന്നത്തേക്ക് ഈ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുക. അതിൽ ഞാൻ പറഞ്ഞ പോലെ 19ാമത്തെ ക്വസ്റ്റ്യനിലെ ഒരു 20 കൺവേർഷൻ റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ 20 എണ്ണം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഈ ചാപ്റ്ററിനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ കൺവേർഷൻ എത്തനോൾ ടു ബ്യൂട്ട് 1 നമ്മൾ ചിലപ്പോൾ മറ്റേൽ ഒരു 15ാമത്തെ ക്വസ്റ്റിനിൽ ചെയ്ത കുറച്ച് കൺവേർഷൻ റിയാക്ഷൻ ചിലപ്പോൾ ഇതിൽ സെയിം ആയിട്ട് വന്നേക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പരമാവധി മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പരിചയപ്പെടുകയെന്നില്ല. ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ലതാണ്. അപ്പോൾ എത്തനോൾ ഞാൻ എടുത്ത് CH3 CH2OH, ഇതിനെ SOCl2, പിന്നെ പിരിഡിൻ, മീഡിയം പിരിഡിനിൽ ഇതാക്കിയപ്പോൾ എന്തായി, നമ്മൾ ഈ പറയുന്ന SO2 ഇല്ല, SOCl2 നമ്മളെ ഡാർജൻസ് പ്രോസസ്സ്. അപ്പോൾ ഇതെന്തായി മാറി, CH3 CH2Cl, OHന് പകരം Cl വന്ന്. പിന്നെ നമ്മൾ എന്ത് ചേർത്ത്, CH ട്രിപ്പിൾ ബോണ്ട് CNA എന്ന് പറയുന്ന കോമ്പൗണ്ട് ചേർത്തപ്പോൾ CH3 CH2, പിന്നെ ഇവിടെ ഈ Cl പോയിട്ട് അവിടെ ഈ പറയുന്ന എന്താ, ഇവിടെ ഈ NAയും Clയും ചേർത്തിട്ട് എന്തായി മാറി, NaCl ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അതേപോലെ ഇവിടെ ബാക്കിയിലതിപ്പോൾ C ട്രിപ്പിൾ ബോണ്ട് CH, അത് ഇടയ്ക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്യും. ഇവിടെ ഈ CH2നോട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ 4 ചെയിനിലെ കാർബൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ട് 1 അപ്പോൾ ദാറ്റ്സ് ഹൗ എത്തനോൾ കൺവേർട്ടഡ് ടു ബ്യൂട്ട് 1 അല്ലെ ബ്യൂട്ടൈന്. ഇതൊരു സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സ് നിങ്ങൾ കാണുന്നുണ്ടോ. ആദ്യം ഒരു കൺവേർഷൻ ചെയ്ത് പിന്നെ അടുത്തൊരു കൺവേർഷൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കൺവേർഷൻസ് 3, 4 വരുന്നത് അത് പ്രത്യേകം തന്നെ പഠിക്കണം. അടുത്ത രണ്ടാമത്തേത് ഇതെന്ന സാധനം 1 2 3. അപ്പോൾ 1 ബ്രോമോ പ്രൊപ്പെയിന് നമ്മൾ എന്താക്കി മാറ്റണോ, 2 ബ്രോമോ പ്രൊപ്പെയിൻ ആക്കണം. ആ പൊസിഷനിൽ ഇത് 1 എന്നുള്ളത് ഇതിവിടെ സെക്കൻഡ് പൊസിഷനിൽ വരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ആൽക്കഹോളിക് KOH ആഡ് ചെയ്ത്, അപ്പോൾ ഇവിടെ എന്തായി നമ്മളെ എലിമിനേഷൻ റിയാക്ഷൻ പ്രകാരം ഈ പറയുന്ന ഇവിടുന്ന് BRഉം പിന്നെ ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നിക്കൽ ഈ β1, ഇതിവിടെ സെയ്റ്റ്സ് ഓഫ് റൂൾ നടക്കാൻ വന്നത്. ഇവിടെ ഒന്നിക്കൽ ഈ കാർബൺ അല്ലാതെ ഈ കാർബണിലെ ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ പോകും, അല്ലെങ്കിൽ ഈ β2 ഒരു ഹൈഡ്രജൻ പോകും. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ β2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയാലും, പക്ഷേ ഇവിടുന്ന് ഞാൻ നോക്കുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് വേറൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സിൽ, അവിടെ ആയിരിക്കും എലിമിനേഷൻ നടക്കുക. അപ്പോൾ ഇവിടുന്ന് ആയിരിക്കും എന്ത് പോവുക, ഹൈഡ്രജൻ പോവുക. ഇവിടുന്ന് ഹൈഡ്രജൻ പോയില്ല, ഇവിടുത്തെ ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, പിന്നെ ഇവിടെ ഒരു BR ഉണ്ട്, അത് HBr ആയിട്ട് പോയി. അപ്പോൾ എന്താ, നമ്മൾ CH3 CH ഡബിൾ ബോണ്ട്, കാരണം ഇവിടെ ഹൈഡ്രജൻ പോയതുകൊണ്ട് അതിൻ്റെ വേക്കൻസി നേരത്തെ തന്നെ ഒരു ഡബിൾ ബോണ്ട് വന്ന് CH2. നമ്മളിനി പിന്നെ എന്ത് ആഡ് ചെയ്ത്, നമ്മൾ HBr പിന്നെ ആഡ് ചെയ്ത്. ഇവിടെ ഇനിയിപ്പോൾ എന്ത് നടക്കും, മാർക്കോണിക്കോവ്സ് എഡീഷന്. ഇതിലേക്കിനോ ഇത് സെയ്റ്റ്സ് ഓഫ് റൂളും മാർക്കോണിക്കോവ് റൂളിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരം HBr H+ഉം Br-. അപ്പോൾ നമ്മളെ നെഗറ്റീവ് പാർട്ട് എവിടെയാണോ കാർബൺ ഹൈഡ്രജൻ കുറവില്ല കാർബൺ, അവിടെ കൊണ്ടുപോയി അറ്റാച്ച് ആവും നോർമൽ മാർക്കോണിക്കോവ് എഡീഷൻ പ്രകാരം. അപ്പോൾ എന്ത് വരും, നമ്മൾ ഈ ബ്രോമിന് മൈനസ് ആണല്ലോ ബ്രോമിന്, അപ്പോൾ എന്ത് വരും, ഈ കുറഞ്ഞ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഇവിടെ കയറി അറ്റാച്ച് ആവും. പിന്നെ എന്താ, നമ്മൾ ഈ H+ കൂടുതൽ ഹൈഡ്രജൻ അല്ല ഈ കാർബണിലേക്ക് പോകും. അപ്പോൾ CH3 CH ഇവിടെ BR വന്ന് അറ്റാച്ച് ചെയ്യും, പിന്നെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിപ്പോയി. പിന്നെന്താ, ഇവിടെ CH2 ഇവിടെ ഒരു H+ കൂടി വന്നേരം CH3 ആയി. അപ്പോൾ ഇതെന്തായി മാറി, സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ വന്നതോട് കൂടിയിട്ട് 2 ബ്രോമോ പ്രൊപ്പെയിനായി. അപ്പോൾ ഇങ്ങനെയാണ് 1 ബ്രോമോ പ്രൊപ്പെയിനെ 2 ബ്രോമോ പ്രൊപ്പെയിൻ ആക്കുന്നത്. 2 റൂളിൻ്റെ ഇവിടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, സെയ്റ്റ്സ് ഓഫ് റൂളും മാർക്കോണിക്കോവ്സ് റൂളും. അടുത്തത് ടൊളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞാലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടൊളുവിനെ നമ്മളെടുത്ത് എൻജിനീയറിങ്ങിനോട് CH3 അതിൽ Cl2 ചേർത്തിട്ട് അതിനെ ചൂടാക്കി ബോയിൽ ചെയ്ത്, അപ്പോൾ നമുക്ക് അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, പിന്നെന്താ ഇവിടെ CH2 ആയി മാറി, പിന്നെ ഹൈഡ്രജൻ പോയ സ്ഥലത്തേക്ക് ഒരു Cl കയറി വന്ന്, പിന്നെ എന്ത് ചെയ്ത് ഇതിൽ ആൽക്കഹോളിക് അല്ല എക്കോസ് KOH ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഇത് K+ ആവും, ഇവിടെ OH-. അപ്പോൾ എന്തായി മാറും, K+, Cl- KCl ആയിട്ട് മാറും. ഈ OH- കയറി ഇവിടെ വരും. അപ്പോൾ എന്തായി, CH2OH, ബെൻസിനിങ്ങിനോട് CH2OH നമ്മൾ ബെൻസൈൽ ആൽക്കഹോളിന് കോമൺ നെയിമായിട്ട് പറയുന്നത്.
ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ട് പേര് തരാണ്ട് IUPAC നെയിം തരാണ്ട്. ഇതൊക്കെ കോമൺ നെയിംസാണ്, ഈ ബെൻസൈൽ ആൽക്കഹോൾ ടോളുവിൻ എന്നെല്ലാം പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ തരാം, ചിലപ്പോൾ IUPAC ഡയറക്റ്റ് നെയിം വരാം. എങ്ങനെ പറഞ്ഞാലും നമുക്കിത് എന്താണ് ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് എഴുതാൻ അറിയണം. അടുത്തത് 5ാമത്തെ, ബെൻസീൻ ടു 4-നൈട്രോ ബ്രോമോ ബെൻസീന്. അപ്പോൾ എന്ത് ചെയ്ത് ബെൻസീന BR2 in FeBr3 മീഡിയത്തിൽ നമ്മൾ എന്താക്കി ആഡ് ചെയ്ത്. അപ്പോൾ എന്താ നമ്മളെ ബ്രോമോ ബെൻസീനെ കിട്ടി. ഈ പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ ബ്രോമിൻ വന്ന്. പിന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് ഒരു നൈട്രേറ്റിംഗ് മിക്സർ, നൈട്രിക് ആസിഡും പിന്നെ എന്താണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്ത് വന്ന് ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും ഭാഗമായിട്ട് ഈ രണ്ട് റിയേജൻസും ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോഫൈലാണ് NO2+ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് നേരെ കയറിയിട്ട് ഈ പറയുന്നതിൻ്റെ പാരാ പൊസിഷനിൽ കയറി അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താ 4-നൈട്രോ, 4th പൊസിഷനിലെ നൈട്രോ ഗ്രൂപ്പ് 1 ബ്രോമോ എന്ന് എഴുതുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ബ്രോമോ ബെൻസീന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്തെല്ലാം ചേർക്കണം, BR2 in FeBr3 ബ്രോമോ ബെൻസീനായി. പിന്നെ നൈട്രേറ്റിംഗ് മിക്സർ HNO3 ബാർ H2SO4. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, നമ്മൾ പാരാ പൊസിഷനിൽ 4th പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വന്ന്. അങ്ങനെയാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് നൈട്രോ ഗ്രൂപ്പ് വേണ്ടെങ്കിൽ ഈ ഒരു നൈട്രേറ്റിംഗ് മിക്സറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, HNO3/സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ അടുത്തത് ബെൻസൈൽ ആൽക്കഹോൾ ടു 2-ഫീനൈൽ അസിറ്റിക് ആസിഡ്. ഇത് COOH ആണ്. ബെൻസൈൽ ആൽക്കഹോൾ നമ്മൾ ഇവിടെയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മളെ CH2OH, ബെൻസീനിലുള്ള CH2OH. ഇതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്ത് PCl5 ചേർത്ത്. അപ്പോൾ എന്തായി, നമ്മളെ നോർമലായിട്ട് ആൽക്കഹോളിൽ ഇത് നടക്കുന്ന പോലെ നമ്മൾ ഈ പറയുന്ന നോർമൽ ആൽക്കഹോളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ PCl5 വെച്ചിട്ട് ഈ OH ഗ്രൂപ്പിനെ മാറ്റിയിട്ട് Cl വരുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ എന്താണ് ഒരു ബെൻസൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താണ് ഈ OH നഗരം ഇവിടെ ഒരു Cl വരുന്ന ആകെയൊരു വ്യത്യാസം. അപ്പോൾ എന്താ CH2Cl വന്ന്. അടുത്തത് എന്താ സംഭവിക്കുന്നത്, KCനെ ചേർത്ത്. KCനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, K+CN-. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ Kയും K+Cl- ചേർന്നിട്ട് KCl അതങ്ങ് പുറത്തേക്ക് പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് CN- നേരെ ആ ഒരു വേക്കൻസിയിൽ വന്ന് ഇപ്പോൾ CH2CN ആയിട്ട് മാറി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ എന്താണ് ഹൈഡ്രോലൈസ് ചെയ്യുക. H2O ഈ H+ എന്ന് പറയുന്നത് നമ്മൾ ആസിഡ് മീഡിയം. അപ്പോൾ H2O എന്താണ് /H+ ചേർത്തപ്പോൾ എന്തായി, നമ്മളെ ഈ പറയുന്ന നമ്മളെ സൈനൈഡ് ഗ്രൂപ്പ് എന്താണ് ഓക്സിഡൈസസ് ടു കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ എന്താ CH2 ഇവിടെ എന്ത് വന്ന് COOH. അപ്പോൾ എന്താ 1, 2 സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ 2-ഫീനൈൽ, കാരണം ഈ സെക്കൻഡ് പൊസിഷനിലാണ്. ഇതിപ്പോൾ എന്താണ് ഒരു എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിപ്പോൾ ഫീനൈലായി. എന്താണ് അസിറ്റിക് ആസിഡ് 1, 2. അപ്പോൾ 2 കാർബണിലുണ്ട് അസിറ്റിക് ആസിഡ്, അല്ലെ എത്തനോയിക് ആസിഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2-ഫീനൈൽ അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി ഫ്രം ബെൻസൈൽ ആൽക്കഹോൾ. ഇത് ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ട്, 1, 2, 3. ഇങ്ങനെ 3, 4 സ്റ്റെപ്പ് വരുന്ന കൺവേർഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാലാണ് എക്സാം കുറച്ചും കൂടി ടഫ് ആവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്പെഷ്യലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് ഇതിനും തീരുന്നില്ല, ഇതിനും കുറേ ഉണ്ടല്ലോ, 20 എണ്ണം ഉണ്ട്. അടുത്തത് എത്തനോൾ ടു ഇവിടെ പോയി പ്രൊപ്പൻ നൈട്രൈൽ. അപ്പോൾ എന്ത് ചെയ്ത് CH3CH2OH എടുത്ത് നമ്മളെ റെഡ് ഫോസ്ഫറസ് പിന്നെ ഒരു X2 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഹാലജൻ I2 ഞാൻ എടുത്ത് തൽക്കാലത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഇവിടെ റിഡക്ഷൻ നടന്നിട്ട് ഈ പറയുന്ന OHൻ്റെ സ്ഥാനത്ത് I വന്ന് CH3CH2I. അപ്പോൾ എന്താ 1 അയോഡോ ഇതെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഇങ്ങനെ കിട്ടിയൊരു കോമ്പൗണ്ട് കിട്ടി. ഇനി ഇതിനെ പിന്നെയും KCN എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ട് ചെയ്തുക. എന്നിട്ട് എന്താ ഇതിപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താ ഈ K+2 ഇവിടെ I- ആയില്ലത്. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് മനസ്സിലായി ഇവിടെ KI എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് എന്തായാലും അത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് പോകും. പിന്നെ ആ വേക്കൻസിയിലേക്ക് CN- കയറി വന്നിട്ട് CH3CH2CN. അതാണ് കാരണം ഇത് സൈനൈഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് കാർബണായിട്ട് പരിഗണിക്കപ്പെടും. നമ്മളിപ്പോൾ Cl എഴുതി കഴിഞ്ഞാൽ ഇത് കാർബൺ അല്ല, ഇത് എന്താണ് ക്ലോറിൻ്റെ C ആണിത്. നമ്മളിപ്പോൾ സ്പെഷ്യൽ CN എഴുതി കഴിഞ്ഞാൽ എന്താ, ദിസ് കാർബൺ ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ദ ബ്രാഞ്ച്. നമ്മൾ ചൂസ് ചെയ്യുന്ന മെയിൻ ബ്രാഞ്ചിൽ കാർബണിന് നമ്മൾ ഇത് കൊടുക്കലാണ്, നമ്പർ കൊടുക്കും. അപ്പോൾ 1, 2, 3. അപ്പോൾ 3 കാർബണില്ല ചെയിനാണ്. അപ്പോൾ പ്രൊപ്പാൻ ഈ CN വരുന്നതുകൊണ്ട് നമ്മൾ നൈട്രിൽ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് എത്തനോൾ ടു പ്രൊപ്പാൻ നൈട്രിൽ.
അടുത്തത് നമ്മളെ എനിലിനെ എന്താക്കി മാറ്റണം, ക്ലോറോ ബെൻസീൻ. ഇത് ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് സാൻമേസ് റിയാക്ഷന് ചോദിക്കുവാണ്. അതെന്താ ഇത് നമ്മൾ ആദ്യം തന്നെ ഡൈസോഡൈസൻ ചെയ്യാണ്. എനിലിനെ എന്താ നമ്മളെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ NH2. അപ്പോൾ എന്ത് ചെയ്ത് ഇതിൽ NaNO2/HCl ചേർത്ത്, അപ്പോൾ N2+Cl- ഡൈസോണിയം സാൾട്ട് കിട്ടി. പിന്നെ നമ്മൾ സാൻമേസിൻ്റെ റിയേജൻ്റ് പ്രകാരം CuCl അല്ലെ Cu2Cl2 പിന്നെ എന്നാ നമ്മൾ HCl ഇത് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പറയുന്ന N2 പുറത്ത് പോയിട്ട് എന്ത് വരും, നമ്മളെ Cl എന്ന് പറയുന്ന ആ ഗ്രൂപ്പാടെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ക്ലോറോ ബെൻസീനായി. ഇത് ആക്ച്വലി എളുപ്പമുള്ള ചോദ്യമാണ്. ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല എക്സാമിന് വരുന്നില്ല. എക്സാമിന് കുറച്ചും കൂടി ടഫ് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ ചാൻസ്. ഇതിപ്പോൾ എന്താ അനിലിൻ ടു ക്ലോറോ ബെൻസീൻ, അതെല്ലാം കുറച്ചും കൂടി എളുപ്പമില്ല. അടുത്തത് ഇതിപ്പോൾ എന്താ 1 2 3 4, അപ്പോൾ 3 ക്ലോറോ 4 ഇതെല്ലാം ഉണ്ട്. 3 ക്ലോറോ ബ്യൂട്ടൈൻ എന്താക്കി നമ്മൾ മാറ്റണം ഇപ്പോൾ 3,4 ഡൈമീഥൈൽ ഹെക്സൈന്. അപ്പോൾ 3 ക്ലോറോ ബ്യൂട്ടൈനെ നമ്മൾ എന്താക്കി മാറ്റണം, 3,4 ഡൈമീഥൈൽ ഹെക്സൈനാക്കി മാറ്റണമെങ്കിൽ ഈ പറയുന്ന ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾ 2 മോളിക്യൂൾ എടുക്കണം. ഒരു മോളിക്യൂൾ എടുത്താൽ ശരിയാവില്ല. അപ്പോൾ എന്താ 1 2 3 4 ഓക്കെ. അപ്പോൾ എന്ത് ചെയ്ത് ഇതിനെ 2 മോളിക്യൂൾ എടുത്ത്, പിന്നെ നമ്മളെ ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട് സോഡിയം ഡ്രൈ ചെയ്ത് നമുക്ക് മനസ്സിലായി ഇത് വൂഡ്സ് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏതായാലും ഈ പറയുന്ന 2 മോളിക്യൂളിലൂടെ ഒരു Cl ഉണ്ടാവും, പിന്നെ ഈ 2 എണ്ണയും കൂടിയിട്ട് 2 NaCl ആയിട്ട് അങ്ങ് പുറത്ത് പോകും. അതേസമയം ഇതിപ്പോൾ ചെയിന് ഡബിൾ ആവും. പിന്നെ CH3 CH2 CHന് താഴെ CH3 വരും, പിന്നെയും അടുത്ത CHന് താഴെ ഒരു CH3 വരും, CH2 CH3. അപ്പോൾ ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് 2-മീഥൈൽ പ്രൊപ്പീൻ ടു 2 ക്ലോറോ 2-മീഥൈൽ പ്രൊപ്പൈൻ. അതായത് ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആയില്ല, അത് നിങ്ങൾ കാണുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രൊപ്പീൻ നമ്മളിപ്പോൾ സിംഗിൾ ബോണ്ടാക്കി പ്രൊപ്പൈനാക്കി മാറ്റണം. അപ്പോൾ എന്താ CH3 C ഡബിൾ ബോണ്ട് CH2 CH3 അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത്. അതിലേക്ക് എന്ത് ചേർത്ത് നമ്മൾ HCl ചേർത്ത് H+Cl-. അപ്പോൾ അത് പ്രകാരം നമ്മളെ Cl- ഈ പറയുന്ന എവിടെ കയറി വന്ന്, ഈ പറയുന്ന കാർബണിൽ കയറി വന്ന്. അതേപോലെ H എവിടെ പോയി, ഈ പറയുന്ന കാർബണിൽ CH2ലേക്ക് പോയി. അപ്പോൾ എന്തായി മാറി CH3 C Cl CH3 പിന്നെ വേറൊരു CH3. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുവാണെങ്കിൽ 1 2 3. അപ്പോൾ എന്താ സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ട്, ക്ലോറോ ഉണ്ട്, പിന്നെ 2 സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2 ക്ലോറോ 2 മീഥൈൽ പിന്നെ 3 കാർബണിലുണ്ട് പ്രൊപ്പൈന്. അങ്ങനെ നമ്മൾ 2-മീഥൈൽ പ്രൊപ്പീനിനെ 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈനാക്കി മാറ്റുന്നത്. ജസ്റ്റ് HCl ചേർത്താൽ മതി. അടുത്തത് ഈഥൈൽ ക്ലോറൈഡ് എന്നാ 2 കാർബണും പിന്നെ ഒരു Cl ഗ്രൂപ്പും. അപ്പോൾ ഈഥൈൽ ക്ലോറൈഡിനെ പ്രൊപ്പനോയിക് ആസിഡാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ KC ആദ്യം ചേർത്ത് K+Cn-. അപ്പോൾ അത് പ്രകാരം നമ്മളെ ഏതായാലും ഈ പറയുന്ന ഈ ബൈ പ്രോഡക്റ്റ് ആദ്യം തന്നെ ഞാൻ മൈൻഡിൽ അങ്ങ് വിഷ്വലൈസ് ചെയ്യാണ്. Kയും Cl കൂടിയിട്ട് അങ്ങ് പുറത്ത് പോയി. പിന്നെ ഈ Cn- നേരെ കീരി ഇവിടെ വന്ന് CH3 CH2 C ട്രിപ്പിൾ ബോണ്ട്. ആക്ച്വലി നമ്മൾ സയനൈഡ് ഗ്രൂപ്പിനെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ബോണ്ട് ലൈൻ കംപ്ലീറ്റ് വരക്കുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട്. ഇവർ രണ്ടുപേരും കാർബണും നൈട്രജൻ തമ്മിൽ ട്രിപ്പിൾ ബോണ്ടിൻ്റെ വാലൻസിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് N. എനിക്ക് C എന്ന് വേണ്ടിക്കില്ല എഴുതാം, പക്ഷേ ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് C ട്രിപ്പിൾ ബോണ്ട് N എന്ന് എഴുതിയിട്ടുള്ളത്. അതിന് പിന്നെ ഹൈഡ്രോലൈസ് ചെയ്ത് H2O H+. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്ത് സംഭവിച്ച്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആക്ച്വലി ഒരു ചെയ്തതല്ലേ. ഇത് നമ്മളെ ആക്ച്വലി ഇതിവിടെ ബെൻസീൻ റിങ്ങിലാണ് ചെയ്യുന്നത്. ബെൻസീൻ റിങ്ങിലാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു നോർമൽ ആൽക്കെയിനിലാണ് ഇതോട് ചെയ്യുന്നതിൽ വ്യത്യാസം മാത്രമല്ല. അവിടെയും ഇവിടുത്തെയോ സ്റ്റെപ്പുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. KC ആദ്യം ചേർത്ത് നേരെ അത് അവിടെ CN ഗ്രൂപ്പ് വന്ന്, പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്ത് പിന്നെ എന്ത് ചെയ്താൽ CN ഗ്രൂപ്പ് നേരെ നമ്മൾ ഓക്സിഡൈസ് ആയിട്ട്, അതായത് ഓക്സിഡേഷൻ ഈ O ബ്രാക്കറ്റിനുള്ളിൽ എഴുതുകയാണെങ്കിൽ ഓക്സിഡേഷൻ ആയിട്ട് എന്തായി COOH കാർബോക്സിലിക് ഗ്രൂപ്പായി. അപ്പോൾ എന്തായി CH3 CH2 ഈ CN എന്നുള്ളത് ഓക്സിഡൈസ് ആയിട്ട് COOH പ്രൊപ്പനോയിക് ആസിഡായി മാറി. അപ്പോൾ അങ്ങനെയാണ് ഈഥൈൽ ക്ലോറൈഡ്
അപ്പോൾ ഈ റിയേജൻസ് ഓർമ്മിക്കുക. ആദ്യം KCN ചേർക്കുന്നത്, പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യുന്നത്. KCN ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അടുത്തത് ബ്യൂട്ട് 1 അല്ലെങ്കിൽ ബ്യൂട്ടീന്. അപ്പോൾ ബ്യൂട്ടീനെ നമ്മൾ ഇതിപ്പോൾ എന്താക്കി മാറ്റണം? N-ബ്യൂട്ടൈൽ ബ്രോമൈഡ്. ഈ N-ബ്യൂട്ടൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ നോർമലായിട്ട് ഇപ്പോൾ CH3, CH2, CH2 ഇങ്ങനെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുന്ന ചെയിനെയാണ് N കൊണ്ട് നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ 4 കാർബണില്ല ഒരു ചെയിനും സ്ട്രേറ്റ് ആയിട്ട് ചെയിനും വരക്കണോ. ബ്രോമൈഡ് വരുന്നതുകൊണ്ട് എന്താ, നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു ബ്രോമിനും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ROO. അപ്പോൾ ബ്യൂട്ടീനിൽ നമ്മൾ എന്ത് ചേർത്ത്? HBr. ഇത് പ്രസൻസ് ഓഫ് ഈ ROO R- ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ എസ്റ്റർ എന്ന് പറയാം. അതായത് നമ്മളെ COOR എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് നമ്മൾ എസ്റ്റർ എന്ന് പറയാം. അപ്പോൾ എന്ത് വന്ന് നമ്മളെ ഈ പറയുന്ന ഇത് ഇപ്പം ചേർക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ നടക്കും. നമ്മളിവിടെ ഒരു എസ്റ്റർ ചേർത്തുകൊണ്ട്. അല്ലെ നോർമലി ആണെങ്കിൽ നമ്മളിപ്പോൾ H+Br- ഈ Br- ഇവിടെയായിരുന്നു ആക്ച്വലി വരേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എസ്റ്റർ ചേർത്തുകൊണ്ട് നേരെ ഇവിടെ വരാണ്ട് ഈ പൊസിഷനിലേക്ക് അയാൾ വരും. എന്നിട്ട് ഈ H+ എന്ത് ചെയ്യും? ഈ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? CH3 CH2 എന്താണ് CH എന്നുള്ളത് ഇവിടെ ഹൈഡ്രജൻ കൂടി വന്നിട്ട് CH2 എന്താണ് 2 3 4. അപ്പോൾ CH2 എന്താ, പിന്നെ ഈ പൊസിഷനിൽ CH2ൻ്റെ ഈ പൊസിഷനിൽ എന്ത് വന്നു? ഒരു Br കൂടി വന്നു. അപ്പോൾ N-ബ്യൂട്ടൈൽ ബ്രോമൈഡ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് തോന്നിയത് എസ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മളെ നോർമലായിട്ട് പഠിച്ച പെറോക്സൈഡ് H2O2 പോലത്തെ പെറോക്സൈഡ് ഉപയോഗിച്ചാലും സംഭവം കിട്ടും. ഇവിടെ ഇപ്പോൾ നടക്കില്ല, എക്സ്ട്രാ കൊടുത്തിട്ടില്ല അത് ആൻസറിൽ. അപ്പോൾ എന്ത് ചെയ്യുക? എസ്റ്ററിനും കൂടി ഉപയോഗിക്കുമെന്നില്ല പഠിച്ചു നോക്കുക. ഞാൻ പൊതുവെ പെറോക്സൈഡ് ഉപയോഗിക്കൽ. അപ്പോൾ അതങ്ങനെ ഒരു കഥ. അപ്പോൾ അടുത്തത് ഇതിപ്പോൾ എത്രയില്ല, ഇത് 11 കഴിഞ്ഞ് ഇനിയിപ്പോൾ 12 കഴിഞ്ഞ് 13. 2 ക്ലോറോ പ്രൊപ്പൈൻ 2 ഇവിടെ പോയി 1 പ്രൊപ്പാൻ 1 എന്താണ് ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ക്ലോറിൻ ഗ്രൂപ്പിൽ മാറിയിട്ട് CH3 CH2 CH2OH ഫസ്റ്റ് പൊസിഷനിൽ ഒരു ആൽക്കോഹോൾ വരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്, ഞാൻ ആൽക്കോഹോളിക് KOH ആഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ എന്താണ് നമ്മളെ ബീറ്റ എലിമിനേഷൻ നടക്കും. ഇപ്പോൾ ഇത് K+ എന്തായി? ഇതെന്തായാലും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇവിടെ Cl- K+ ചേർന്നിട്ട് ഫസ്റ്റ് തന്നെ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? ബൈ പ്രൊഡക്റ്റ് മൈൻഡിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകുന്നത് അതങ്ങ് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ CH3 CH2. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഈ പറഞ്ഞ ഈ ഒരു കാർബൺ നിന്നാണ് അല്ലെ ഈ പറയുന്ന ഹൈഡ്രജനും പോകുന്നുണ്ടാവുക. അപ്പോൾ എന്ത് കടന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഹീറ്റ് ചെയ്ത്, അപ്പോൾ CH3 CH ഇവിടുന്ന് ഇപ്പോൾ ഒരു ഹൈഡ്രജൻ പോയോണ്ട് CH2 ആയി. പിന്നെ ഒരു ഹൈഡ്രജൻ പോയോണ്ട് ആ ഒരു ഇതിനെ നികത്തേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇത് HBr ഞാൻ ഇവിടെ പറഞ്ഞ പോലെ പെറോക്സൈഡ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന പെറോക്സൈഡാണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരം ഈ H+ ഇവിടെ കയറി വരൂ, നമ്മളെ Br- ഇവിടെ കയറി വരും. അപ്പോൾ CH3 CH2 CH2 Br. അപ്പോൾ ഇത് കിട്ടി. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ വ്യത്യാസമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവിടെയും KOH കാണുന്നു ഇവിടെയും KOH കാണുന്നു, അപ്പോൾ അത് സെയിം അല്ല. കാരണം എന്താ, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഇത് ആൽക്കോഹോളിക് KOH ആണ്, ഇത് എക്വസ് KOH ആണ്. ആൽക്കോഹോളിക് KOH വരുന്ന സമയത്ത് നമ്മളെ എലിമിനേഷനാണ് നടക്കുക. ക്ലിയർലി അവിടെ ഡിഫറൻസ് ഉണ്ട്. എലിമിനേഷൻ നടക്കും. അതേപോലെ എക്വസ് KOH വരുന്ന സമയത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കും. അതായത് OH ഗ്രൂപ്പിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. മറ്റേടക്ക് എലിമിനേഷൻ ഒരു ഹൈഡ്രജനും പിന്നെ ഇവിടുത്തെ ഒരു ഹാലജൻ ഗ്രൂപ്പും കൂടിയിട്ട് നേരെ അങ്ങ് എലിമിനേറ്റ് ആയി പോകുന്നതാണ്. പക്ഷേ എക്വസ് KOH ഉപയോഗിക്കുമ്പോൾ കഥ മാറി. അവിടെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്ത സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AQ മീൻസ് എക്വസ്, ALC മീൻസ് ആൽക്കോഹോളിക്. അപ്പോൾ ഇവിടെ എക്വസ് ആയതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന K+OH മൈനസ്. ഞാനിപ്പം തന്നെ കണ്ടു ഇവിടെ KBr നേരെ അതും പുറത്തുപോയി. പിന്നെ ഈ OH- KBr സ്ഥലത്ത് KBr അല്ല നമ്മൾ Br സ്ഥലത്ത് വന്നു. അപ്പോൾ CH3 CH2 CH2OH. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 പ്രൊപ്പനോൾ കിട്ടി. ഇത് ഈ ഒരു റിയാക്ഷനിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നൊന്നുമില്ല. ഇത് പല മൾട്ടിപ്പിൾ സ്റ്റെപ്സിലാണ് നടക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മളെ കെമിസ്ട്രി എക്സാമിൽ ശരിക്കും എന്താണ് ടൈറ്റായി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലതാണ്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് സിലബസ് ഒന്നും പറയാൻ പറ്റുമെന്നില്ല. ഇത് എന്താണ് JEE മെയിൻ ലെവലാണെന്നൊന്നും പറയാൻ പറ്റുമെന്നില്ല. ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്
നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് ഒറ്റ പ്രാവശ്യം ഒന്നും ചെയ്താലൊന്നും വരുമെന്നില്ല. കാരണം ഇവിടെ എന്താണ് ആൽക്കോളിക് KO വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ ആൻറ്റി മാർക്കോണിക് ഓഫ് റൂൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എക്വസ് KO വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മൈൻഡിലൂടെ ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ ഈ ഒരു കൺവേർഷൻസ് എല്ലാം ചെയ്യാൻ ഇത് കാണുന്ന എത്ര എളുപ്പമായിരിക്കും. 2 ക്ലോറോപ്രോപ്പൈൻ നമ്മൾ 1 പ്രോപ്പനോളാക്കി മാറ്റല്ലോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിയേജൻ ഉപയോഗിച്ചാൽ അങ്ങനെ നടക്കില്ല. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന എന്താ പറയുക ഭയങ്കര മാജിക്കലായിട്ടുള്ള റിയാക്ഷൻസ് വന്നല്ല ഇത്. 4-5 സ്റ്റെപ്പിലെല്ലാം നടക്കുന്ന മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ വരുന്ന റിയാക്ഷൻസ് ഇതൊക്കെ കൺവേർഷൻ റിയാക്ഷൻസിൻ്റെ ഒരു ബ്യൂട്ടി കൂടിയത്. അപ്പോൾ അടുത്തത് 14 ഐസോപ്രൊപ്പൈൽ ആൽക്കോഹോൾ, ഇല്ലെങ്കിൽ അതിന് നമ്മളത് കോമൺ നെയിമാണ്, കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള പേര് പറയുകയാണെങ്കിൽ സെക്കൻഡ് അല്ലേ. അപ്പോൾ 2 എന്താണ് സെക്കൻഡിൽ വന്നുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് വേർഷനിൽ വന്നുകൊണ്ട് 2 ഹൈഡ്രോക്സി പ്രൊപ്പൈന് ഇതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഒരു ഫെമിലിയർ ആയിട്ടുള്ള നെയിം. അപ്പോൾ ഇത് നമ്മൾ എന്താക്കി മാറ്റണം, പ്രൊപ്പനോൺ. ഞാൻ വീഡിയോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ നമ്മൾ ആൽക്കോഹോളിനെ എന്താക്കി മാറ്റണം, പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ എന്താണ് കീറ്റോൺ ആണ്. അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൽക്കോഹോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിക്കൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോണെ കിട്ടൂ. ഇത് വീണ്ടും നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടും. അതേ പ്രോസസ്സ് തിരിച്ചിട്ട് ഈ കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒന്നിക്കൽ ആൽഡിഹൈഡിലെ കീറ്റോൺ കിട്ടും. ആ കീറ്റോണിൽ എന്താണ് ആൽഡിഹൈഡിനെ പിന്നെയും റെഡ്യൂസ് ചെയ്യുമ്പോൾ റിഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ പിന്നെയും ആൽക്കോഹോൾ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഒരു കൺവേർഷൻസ് മനസ്സിലാണ്. ആൽക്കോഹോൾ ഓക്സിഡൈസസ് ടു ഗീവ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, അഗെയിൻ ഓക്സിഡൈസസ് ടു ഗീവ് ആസിഡ്, and then acid reduces to give aldehyde and ketone, and then further reduces to give alcohol. അപ്പോൾ ആൽക്കോഹോളിനെ നമ്മൾ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നതുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഓക്സിഡേഷനാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, ഓക്സിഡൈസിങ് ഏജൻസാണ് വേണ്ടത്. റെഡ്യൂസിങ് ഏജൻസും ഓക്സിഡൈസിങ് ഏജൻസ് കൺവേർഷൻ റിയാക്ഷൻസിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. അപ്പോൾ ഇതിൽ വരുന്ന വളരെ എന്താണ് നമ്മളെ ടിപ്പിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ് K2Cr2O7. ഇത് ആക്ച്വലി D and F ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇതെന്താണ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റാണ്. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ എന്ത് ചെയ്ത് H2SO4 ഒരു മീഡിയം കൂടി ചേർത്ത് ആസിഡ് മീഡിയം. അപ്പോൾ എന്താ ഇതിപ്പോൾ ഓക്സിഡൈസ് ആയിട്ട് നമ്മളെ ഈ OH എന്നുള്ള ഗ്രൂപ്പ് എന്തായി മാറും, C ഡബിൾ ബോണ്ടുമായിട്ട് എന്താണ് OH എന്നുള്ളത് ഇറ്റ് ഓക്സിഡൈസസ് ടു, കാരണം ഞാൻ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന O എന്ന് പറയുന്നത് ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്തായി ഈ OH ഗ്രൂപ്പ് ഓക്സിഡൈസ് ആയിട്ട് C ഡബിൾ ബോണ്ടുമായിട്ട് മാറി. അപ്പോൾ 1 2 3. അപ്പോൾ എന്താ പ്രൊപ്പനോൺ, അതായത് സെക്കൻഡ് പൊസിഷനിൽ ഒരു എന്താണ് കീറ്റോൺ ഗ്രൂപ്പ് വരുന്ന രീതിയിൽ നമുക്കൊരു പ്രൊപ്പനോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കോഹോളിനെ പ്രൊപ്പനോൺ ആക്കി മാറ്റുന്നത്. ഇവിടുത്തെ എന്താണ് ഹിൻഡ് എന്ന് പറയുന്നത് ആൽക്കോഹോൾ നമ്മൾ എന്താണ് ആൽഡിഹൈഡിലെ കീറ്റോൺ ആക്കുമ്പോൾ അവിടെ ഓക്സിഡേഷനാണ് നടക്കുക. അപ്പോൾ അതിനാണ് കയറ്റ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, സ്യൂട്ടബിൾ ആയിട്ടില്ല. അടുത്ത 15 ക്ലോറോബെൻസീൻ ബിക്കംസ് പാരാനൈട്രോഫീനോൾ. ഓക്കെ, ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പോലെ ഉണ്ട്. ഇതന്നെ ഞാൻ നൈട്രേറ്റിംഗ് മിക്സ്ചർ എഴുതിയിട്ടുണ്ട്. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താ, നൈട്രിക് ആസിഡ് ദെൻ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിക്കുമ്പോൾ ഇവിടെ NO2+ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈൽ ജനറേറ്റ് ആവും. ഇത് ആക്ച്വലി റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ പാർട്ടിലാണ് വരുന്നത്, പക്ഷേങ്കിൽ തൽക്കാലത്തേക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇതിൽ എന്താണ് ഈ രണ്ടിൻ്റെ ഒരു റിയാക്ഷൻ കാരണം NO2+ എന്നല്ല നമുക്കൊരു ഇലക്ട്രോഫൈൽ കിട്ടും. അപ്പോൾ ഇത് എവിടെ ഉണ്ടായി അറ്റാച്ച് ആവും, നമ്മൾ NO2. നമുക്കിപ്പോൾ എന്താണ് പാരാനൈട്രോ, അപ്പോൾ പാരാ പൊസിഷനിലെ നൈട്രോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു എന്താണ് സ്റ്റെപ്പ് ശരിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ പാരാ പൊസിഷനിലെ നൈട്രോ ഗ്രൂപ്പ് എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് എങ്ങനെയെങ്കിലും Cl എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ OH വരുത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഫീനോളായി മാറി, പിന്നെ പാരാ പൊസിഷനിലെ നൈട്രോയി നമുക്ക് വേണ്ട സാധനം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് NaOH 433 Kelvin. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ നോർമൽ കണ്ടീഷൻസിൽ എന്ത് നടക്കൂല, ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കൂല റൈൽ ഹാലൈഡ്സിൽ. അപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ അല്ലെ കുറച്ചൊരു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എന്താ പറയുക, നമ്മളെ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് വളരെ കൂടിയ ടെമ്പറേച്ചറും വളരെ 100 to 200 ATM പ്രഷറൊക്കെ അത്രയും പ്രഷറിൽ കംപ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കിട്ടുന്നത്, ഇത് എന്താ പറയുക ഇറ്റ് അണ്ടർഗോസ് ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺലി അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ്. അപ്പോൾ അത്രയും സങ്കീർണമായ കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ മാത്രം എന്ത് നടക്കുന്നില്ലോ ഈ പറയുന്ന ഈ ഒരു, അതായത് നമ്മളെ ഇപ്പോൾ NaOH എടുത്തിട്ടുണ്ട്, ഒരു ആൽക്കിലി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ OH ഇവിടെ കയറി വരുമെന്നില്ല അത്ര എളുപ്പമില്ല, കാരണം എറൈൽ ഹാലൈഡ്സ്
വൈ ദേ ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസ് 4 റീസൺസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കില്ല, നോർമൽ കണ്ടീഷൻസിൽ നടക്കുന്നില്ല. അപ്പോൾ എന്ത് കൊടുക്കണം നമ്മൾ, ഡ്രാസ്റ്റിക് ആയിട്ടില്ല, നോർമൽ ലബോറട്ടറിയിൽ നിന്നില്ലാത്ത എന്താണ് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ലാബിൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് കൊടുത്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടൂ, ഈ പറയുന്ന ഈ ഒരു OH മൈനസ് കയറിയിട്ടോടെ വരും. അപ്പോൾ CL പകരം എന്ത് വന്ന്, OH വന്ന്, പിന്നെ പാരാ പൊസിഷനിൽ നൈട്രോ ഉണ്ട്. അപ്പോൾ എന്താ ഇത് എനിക്ക് വേണ്ടിക്ക് 4 നൈട്രോഫീനോൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പാരാ നൈട്രോഫീനോൾ എന്ന് വിളിക്കുക. പാരാ ഇൻഡിക്കേറ്റ്സ് 4th പൊസിഷൻ. അപ്പോൾ OH ഫീനോൾ, അപ്പോൾ എന്താ NO2 വന്ന്, അപ്പോൾ പാരാ നൈട്രോഫീനോൾ. അങ്ങനെയാണ് ക്ലോറോ ബെൻസീന് പാരാ നൈട്രോഫീനോൾ ആയത്. അടുത്തത് 16. 5 കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കുക. 16 ഇതിപ്പോൾ എന്താ സാധനം, 1 2 3. ഇതിപ്പോൾ 2 ബ്രോമോ, ചിലതിനെല്ലാം പേര് ചെയ്താൽ കിട്ടുന്നുണ്ട്. 2 ബ്രോമോ പ്രൊപ്പേനെ എന്താക്കി മാറണം. ഇത് ആക്ച്വലി എളുപ്പമെന്നല്ല, ഇത് നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടാവും. ഇത് 1 ബ്രോമോ. ആക്ച്വലി ഇതിൻ്റെ നേരെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ 1 ബ്രോമോ പ്രൊപ്പൈനെ നേരെ 2 ബ്രോമോ പ്രൊപ്പൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതോട് പോയി കാണുന്നില്ല, അത് എവിടെയോ ഉണ്ടായിരുന്നു. 1 ബ്രോമോ പ്രൊപ്പൈൻ, അത് നമ്മളിതിനെ നേരെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പഠിച്ചത് സെയ്റ്റ്സഫ് റൂളും നമ്മളെ മാർക്കോണിക്കോവ്സ് റൂളും അതിൻ്റെ രണ്ടിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് 2 ബ്രോമോ പ്രൊപ്പൈൻ ഉള്ളത്. അപ്പോൾ പിന്നെ ആൽക്കഹോളിക് AOH ആഡ് ചെയ്ത്, അപ്പോൾ എന്ത് നടന്നു, ഇവിടെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഈ പറയുന്ന ഈ കാർബണിന് ഈ ബീറ്റേന്ന് എന്ത് പോയി, ഹൈഡ്രജൻ പോയി. പിന്നെ ഞാൻ പിന്നെ വിഷ്വലൈസ് ചെയ്യാണ്, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയപ്പോൾ ഇവിടെ ഒരു Br മൈനസ് അതും കൂടി പോയിട്ട് HBr ആയിട്ട് അതങ്ങ് എലിമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് HBr ആഡ് ചെയ്ത്. ഇത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സെയ്റ്റ്സഫ് റൂളു, സെക്കൻഡ് സ്റ്റെപ്പ് മാർക്കോണിക്കോവ്സ് റൂൾ. നമ്മൾ ഇതിനെ നേരെ തിരിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചത് ആദ്യം മാർക്കോണിക്കോവ്സ് റൂൾ, പിന്നെ നമ്മൾ സെയ്റ്റ്സഫ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരേ ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേങ്കിൽ ഒന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചത് മാത്രം. അപ്പോൾ നമ്മളിവിടെ മാർക്കോണിക്കോവ്സ് റൂൾ ആഡ് ചെയ്ത്, മാർക്കോണിക്കോവ്സ് റൂൾ അല്ല, ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ. കാരണം ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ H+ Br മൈനസ്, H+ എവിടെ പോകും, ഞാൻ പറഞ്ഞ പോലെ ഈ പൊസിഷനിലെ കാർബണിൽ പോകും. Br മൈനസ് ഈ CH2ലേക്ക് പോകും. അപ്പോൾ CH3 CH2 CH2 Br, നമുക്ക് 1 ബ്രോമോ പ്രൊപ്പൈൻ തന്നെ പിന്നെയും കിട്ടി. ഈ പറയുന്ന 2 റൂളിൻ്റെ ആപ്ലിക്കേഷനാണ് ആ 2 ക്വസ്റ്റ്യൻസിലും മാറി മാറി ചോദിച്ചത്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് റിയാക്റ്റൻറ്റും ഇത് പ്രൊഡക്റ്റ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഇത് റിയാക്റ്റൻറ്റും ഇത് പ്രൊഡക്റ്റ് ആയിരുന്നില്ല, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്തത് 17. ഇനി ഞാൻ പേര് എഴുതിയില്ല. ഇതിപ്പോൾ ഈഥൈൽ ക്ലോറൈഡ് തന്നെ. ഈഥൈൽ ക്ലോറൈഡ് അവിടെ ഇത് ആക്ച്വലി സിമ്പിളാണല്ലേ. ഈഥൈൽ ക്ലോറൈഡ് ടു ഇതെന്താ സാധനം, ബ്യൂട്ടൈന്. ഇതൊന്നുമില്ല, ഇത് വൂഡ്സ് റിയാക്ഷന്. ഐ തിങ്ക് ദിസ് ഈസ് ദി മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഹവ് എവർ സീൻ ടിൽ നൗ. അപ്പോൾ എന്താ, നമ്മൾ ഇതിനെ 2 മോളിക്യൂൾ എടുത്ത് പിന്നെ 2Na ഡ്രൈ ചെയ്തത് 2 മോളിക്യൂൾ CLും NAയും കൂടിയിട്ട് 2NaCl അതങ്ങ് പോയി. പിന്നെന്താ ഇവിടെ പിന്നെ എന്ത് ബാക്കിയുണ്ടാവും, CH3 CH2 ഒരു റാഡിക്കളും ബാക്കിയുണ്ടാവും. CH3 CH2 എന്ന് പറയുന്ന വേറെ റാഡിക്കളും കൂടി ബാക്കിയുണ്ടാവും. അപ്പോൾ ഈ 2 ഫ്രീ റാഡിക്കൽസ് തമ്മിൽ കോമ്പൈൻ ചെയ്തിട്ടാണ് CH3 CH2 CH2 CH3 എന്ന് പറയുന്ന നമ്മൾ എന്ത് കിട്ടുന്ന ബ്യൂട്ടൈൻ കിട്ടുന്നത്. അപ്പോൾ വൂഡ്സ് റിയാക്ഷനിൽ എന്താ ആലോചിക്കേണ്ടത്, 2 കാർബണില്ല നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ, റിയാക്റ്റൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 4 കാർബണിലെ പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ ഓടിൻ്റെ കളിയൊന്നുമില്ല. 2 3 അല്ലെങ്കിൽ 4 7 ഒന്നും മാറുമെന്നില്ല. നമ്മൾ 4 എടുത്തിട്ടുണ്ടെങ്കിൽ അത് 8 ആയിട്ട് മാറും. 5 എടുത്തിട്ടുണ്ടെങ്കിൽ 10 കാർബണിലെ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. 6 12. അപ്പോൾ ഇതിനെ നേരെ ഇരട്ടി ആലോചിക്കുക. അപ്പോൾ എന്തായിരിക്കണം, നമ്മളെ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൻ്റെ നേരെ പകുതി ആയിട്ടില്ല അത്രയും കാർബണില്ല ഹൈഡ്രോ കാർബൺ ആയിരിക്കും നമ്മളിൽ എടുക്കേണ്ടത്. അടുത്ത 18. പിന്നെ ബെൻസീന. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആക്ച്വലി മുൻപത്തെ കൺവേർഷൻ 15ാമത്തെ ക്വസ്റ്റിൽ ചെയ്തതാണ്. ഇതിനെ പിന്നെ ബൈഫീനൈൽ റിംഗ് ആക്കി മാറ്റണം. ബൈഫീനൈൽ ഒരു കോമ്പൗണ്ട് ആക്കി മാറ്റണം. അപ്പോൾ എന്താ, നമ്മളെ ബെൻസീൻ റിങ്ങിൽ Br2 FeBr3 ചേർത്ത്, അപ്പോൾ എന്തായി മാറി, നമ്മളെ ഇപ്പോൾ ഒരു പൊസിഷനിൽ Br ചേർത്ത്, അപ്പോൾ എന്ത് നമ്മളെ Br ഒരു പൊസിഷനിലേക്ക് അറ്റാച്ച് ആയി. പിന്നെ ഇവിടെ ഇത് ആക്ച്വലി നമ്മളെ വൂഡ്സ് റിയാക്ഷൻ അല്ല, ഈ സോഡിയം ഡ്രൈ ചെയ്തറും കാണും, ഇത് വൂഡ്സ് അല്ല, ഇത് ആക്ച്വലി ഫിറ്റീഗാണ് നടക്കുന്നത്, ഫിറ്റീഗ് റിയാക്ഷൻ. അപ്പോൾ എന്താ, ഇവിടെ ഒരു മോളിക്യൂൾ വരെ 2 മോളിക്യൂൾ ഞാൻ ഈ ബ്രോമോ ബെൻസീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേസമയം ഈ 2Na ഈ Br കൂടി ചേർന്നിട്ട് 2Na
BR ആയിട്ട് പുറത്ത് പോയി. അതേസമയം ഈ പറയുന്ന ഒരു CH ഇതിങ്ങനെ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ ഇങ്ങനൊരു ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ട്, വേറൊരു ബെൻസീൻ റിങ്ങിൻ്റെ ഇങ്ങനെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫ്രീ റാഡിക്കൽസും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളെ എന്ത് കിട്ടി? ബൈഫീനൈൽ റിങ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യനാണ്, ഇതൊന്നും കൂടി റിപ്പീറ്റ് ആയെന്ന് മാത്രം. അപ്പോൾ ഇനി അടുത്തത് 18 1 2 3. അപ്പോൾ ഇതിപ്പോൾ 2 ഡൈബ്രോമോ പ്രൊപ്പൈന്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? 1 2 3 4 1 2 3 3 ബ്രോമോ 2 മീഥൈൽ. ഞാൻ എന്തുകൊണ്ട് 2 മീഥൈൽ ഫസ്റ്റ് എഴുതിയില്ല? കാരണം ആൽഫാബറ്റിക് ഓർഡർ. ബ്രോമിന് B ഫസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ M വരും. 3 ബ്രോമോ 2 മീഥൈൽ ഇത് പ്രൊപ്പൈന്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കൺവേർഷൻസിൽ പിന്നെയും നമ്മൾ കാണുവാണ് ആൽക്കോളിക് വെച്ച് ഹീറ്റിംഗ്, സെയിം റീയേജൻസ് തന്നെ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന CH3 ഹൈഡ്രജൻ പോയി. അപ്പോൾ CH3 ഒരു മിനിറ്റ്, ഇത് എഴുതിയതിൽ ക്വസ്റ്റ്യൻ എഴുതിയതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ BR അല്ല വരിക, ഇവിടെ CH3 തന്നെ വരിക. ഞാൻ അതാലോചിച്ചു ഇവിടെ ഇങ്ങനെ CH3 വന്നതെന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഈ കോമ്പൗണ്ടിൻ്റെ പേര് 1 2 3. അപ്പോൾ ഇത് 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈനാണ്. പ്രൊപ്പൈൻ. അപ്പോൾ KOH ആൽക്കോളിക് ചേർത്ത് CH3. അപ്പോൾ ഈ പറയുന്ന പൊസിഷൻ. അപ്പോൾ അത് പോയപ്പോൾ ഇവിടെ C, പിന്നെ ഇവിടുത്തെ BRും ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ കൂടിയിട്ട് HBr ആയി, അതങ്ങ് പുറത്ത് പോയി. അതെപ്പോഴും ബൈ പ്രൊഡക്റ്റ് എപ്പോഴും ആലോചിക്കുക, അതിങ്ങനെ പുറത്ത് പോകുന്നത്. C ഡബിൾ ബോണ്ട് CH2, പിന്നെ ഒരു CH3 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ HBr മാർക്കോണിക് ഓഫ് സെഡീഷൻ പ്രകാരം, അപ്പോൾ ഇവിടെ എന്ത് വന്ന് നമ്മളെ ഈ പറയുന്ന H+ ഈ കാർബണിലേക്ക് വന്ന്, അതേപോലെ BR- ഈ ഒരു CH2 വന്ന്. പക്ഷേ ഞാൻ HBr മാത്രം ചേർത്താൽ മതിയോ? HBr മാത്രം ചേർത്താൽ പോരാ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹൈഡ്രജൻ, അതായത് ഒരു പെറോക്സൈഡ് കൂടി ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് വരും? നമ്മളെ ഈ പറയുന്ന BR ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ഇല്ലാത്ത കാർബണിനെ കൊണ്ടുപോയി അറ്റാച്ച് ആവും, ഇത് ഇവിടെയും വരും. അപ്പോൾ ഇത് എങ്ങനത്തെ കോമ്പൗണ്ടായി മാറും? CH3 C മുകളിൽ BR, താഴെ CH3, പിന്നെ ഇവിടെ CH3. ഇതിപ്പോൾ എന്തായാലും ഇതൊരു ടെർഷ്യറി കോമ്പൗണ്ടായിട്ട് മാറും. നമുക്കിത് ടെർഷ്യറി കോമ്പൗണ്ട് കൂടുതൽ അൺസ്റ്റേബിൾ ആയി നമുക്ക് അതിലേക്ക് സാധ്യത പോകില്ല. നമ്മൾ എന്ത് ചെയ്യണം? പെറോക്സൈഡ് ചേർക്കണം. അപ്പോൾ ഇതിവിടെ വന്നപ്പോൾ ഇത് CH ആയി മാറി, പിന്നെ ഇവിടെ CH2, പിന്നെ BR, പിന്നെ ഇവിടെ ഒരു CH3 ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ബ്രോമോ അല്ലെ 3 ബ്രോമോ കേട്ടോ, ഇത് 3 ബ്രോമോ അല്ല, 1 2 3. അപ്പോൾ 1 ബ്രോമോ 2 മീഥൈൽ. ഓക്കെ, 1 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കോമ്പൗണ്ടിനെ ഈ കോമ്പൗണ്ടിലേക്ക് മാറ്റിയത്. നിങ്ങൾ പല ക്വസ്റ്റ്യൻസിലും ചിലപ്പം കണ്ടിട്ടുണ്ടാവും, ഒരേ നമ്മൾ റിയേജൻസ് ആണ് ചെറിയൊരു മോഡിഫിക്കേഷനിൽ വീണ്ടും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഐ തിങ്ക് ദിസ് ചാപ്റ്റർ ഇസ് ഓവർ. ഓക്കെ, നമ്മൾ കുറേ നേരം ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഈ എല്ലാ കൺവേർഷൻ റിയാക്ഷൻസും നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി പഠിക്കാനില്ല. ഇത് വെറുതെ ഞാൻ ഇങ്ങനെ എഴുതി പോകുന്ന കേട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളും പേപ്പറിൽ ചെയ്യുക തന്നെ വേണം. അടുത്തത് ലാസ്റ്റ് 20th വൺ, എനിലിന. ഇതിപ്പോൾ ഐസോസൈനൈഡ്. ഈ NC എന്ന് പറയുന്നത് ഐസോസൈനൈഡാണ്. CN സൈനൈഡാണ്. NC അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഐസോസൈനൈഡ് ബെൻസീൻ കിട്ടി. ഐസോസൈനൈഡ് ബെൻസീൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? ഇത് ആക്ച്വലി നിങ്ങൾ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇവർ ഇത് വളരെ ക്ലെവറായിട്ട് എങ്ങനെ ഈ പറയുന്ന, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അമീൻസിലുള്ള റിയാക്ഷൻ എന്തുകൊണ്ട് ഈ പറയുന്ന ഹാലോ ആൽക്കൻസിൽ വന്ന്? അതിനൊറ്റ റീസണല്ല. ആ റീസണ് ഞാൻ ഇവിടെ ഈ റൗണ്ട് ഇട്ട ഈ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ എന്തുമാത്രം ക്ലെവർനെസ് ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുന്നല്ലേ. അത് ഇത് ആക്ച്വലി നിങ്ങൾ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാർബിൽ അമീൻ ടെസ്റ്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എനിലൈൻ ആണെങ്കിലും അല്ല അമീൻ ആണെങ്കിലും നമ്മളിപ്പോൾ ക്ലോറോഫോമും KOH ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RNC അല്ല RNH2 ബിക്കംസ് RNC. അതായത് ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടില്ല ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മളെ കയ്യിലെടുത്ത സാധനം. അത് ആക്ച്വലി ഒരു ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റാണ്. നമ്മളെ കയ്യിലുള്ളത് ഒരു പ്രൈമറി അമീൻ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇത് ആക്ച്വലി അമീൻസിലെ റിയാക്ഷനിൽ ഇത് എന്തുകൊണ്ട് ഹാലോ ആൽക്കിൻസിൽ വന്നത്? ഒറ്റ റീസണല്ലോ, ഈ CHCl3. ഈ CHCl3 എന്ന് പറയുന്ന സാധനം എന്നാ ക്ലോറോഫോം. നിങ്ങൾ ഇതിനും ക്ലോറോഫോമിന് എന്ന പ്രത്യേകത, ക്ലോറോഫോമിന് പ്രത്യേകത ഉണ്ട്. അത് ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ഈ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള പോളി ഹാലജൻ കോമ്പൗണ്ട്സ് അതിൽ ഒരു ചെറിയൊരു ഭാഗത്ത് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു പാരഗ്രാഫിൽ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ചെറിയൊരു ഭാഗത്തിൽ ഈ ഒരു റിയേജൻ്റ് എന്നാണ് ഒരു ചെറിയൊരു ഈ ഒരു പാഠത്തിൽ ചെറിയൊരു ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നത് ഒരൊറ്റ കാരണം കൊണ്ടെന്നാണ് ഈ ഒരു പാഠത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ അങ്ങങ്ങാനും പഠിക്കേണ്ട ഒരു റിയാക്ഷന് ഈ ഒരു ക്ലോറോഫോം എന്ന് പറയുന്ന ഒരു പോളി ഹാലജൻ എന്നൊരു റിയേജൻ്റ് കൊണ്ട് മാത്രം നമ്മൾ അമീൻസിൽ അങ്ങങ്ങാനുള്ള റിയാക്ഷന് എവിടെ കയറി വന്ന് ഈ പറയുന്ന നമ്മളെ ഇതിലേക്ക് കയറി വന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ CLഉം ഇല്ല, BRഉം ഇല്ല. ഇവിടെ നമ്മളെ അതായത് ഹാലോ ആൽക്കിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാലജൻസിനെ പറ്റിയിട്ടാണല്ലോ ഡിസ്കഷൻ. ഇവിടെ ഹാലജൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ച്വലി ഇവിടെ ഒന്നുമില്ല. പക്ഷെ എന്താ, ഈ ക്ലോറോഫോം കാരണം മാത്രമാണ് ഇതിവിടെ വരാൻ കാരണം. അപ്പോൾ എത്ര മാത്രം ക്ലെവറായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇത് ഹാലോ ആൽക്കിൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പം എന്താണ് ഒരു ഡൗട്ട് വരും. പക്ഷേ ഇത് ഹാലോ ആൽക്കിൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഈ ഒരു ഒറ്റ എന്താണ് റിയേജൻ്റ് കാരണം, ബിക്കോസ് ഓഫ് ദിസ് ക്ലോറോഫോം. അപ്പോൾ എനിക്കത് മനസ്സിലാവേണ്ടതെന്ന് പറയാൻ എനിക്ക് ആദ്യം തോന്നിയേനെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ഈ ക്ലോറോഫോമിനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇത് പോളി ഹാലജൻ കോമ്പൗണ്ടാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഒരു ഭാഗത്തിനെ പറ്റി ഒന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസേ ഈ ഒരു എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. എനിക്ക് ഏറ്റവും വരാൻ സാധ്യതയില്ല എന്ന് തോന്നി. ഞാൻ പാർട്ട് 2 ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. നമ്മൾ പരമാവധി എന്താണ് കൺവേർഷൻ റിയാക്ഷൻസ് ഞാനൊരു 30-40 കൺവേർഷൻ റിയാക്ഷൻസ് എങ്കിലും ഇതിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ഒരു സെഷനിൽ മാത്രം 20 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ഇതിൻ്റെ ഓരോ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പോ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എല്ലാം ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മര്യാദയ്ക്ക് ഈ ചാപ്റ്ററിന് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഇത് വേറെ വഴിയില്ല. ഓർഗാനിക് കെമിസ്ട്രി വായിച്ച് പഠിക്കാനില്ല സംഭവമല്ല. മാത്സ് പോലെ ചെയ്ത് പഠിക്കാനേ നമുക്ക് ഓപ്ഷനില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ ഇനി അടുത്തൊരു എന്താണ് പാഠത്തിലെ എന്താണ് നമ്മളിപ്പോൾ ഞാൻ ചിലപ്പോൾ ആൽക്കഹോൾ ഫീനോൾ ഈതർ വെച്ചിട്ടായിരിക്കും ഞാൻ തുടങ്ങുന്നത്. അല്ലെ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ എന്താണ് സീരീസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത്രയും കൺവേർഷൻ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞ ചില മെക്കാനിസത്തിനെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അത് ചിലപ്പം 2 മാർക്ക് 3 മാർക്കാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടക്കം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാര്യം പറയുകയാണെങ്കിൽ ഈ കൺവേർഷൻ റിയാക്ഷൻസ് നിങ്ങൾ ഒരിക്കലും തമാശയായിട്ട് എടുക്കരുത്, സീരിയസ് ആയിട്ട് തന്നെ വേണം എടുക്കാൻ. ഇത് കാണുന്നത്ര നിങ്ങൾക്ക് എന്തായാലും മനസ്സിലുണ്ട്. ചില റിയാക്ഷൻസ് എല്ലാം 4-5 സ്റ്റെപ്പിൽ എഴുതിയിട്ട് ഞാൻ ഒരു ഒരു സാധനത്തിൽ നിന്ന് അടുത്ത ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റിൽ എത്തിയത്. അത്രമാത്രം അപ്പോൾ നമ്മൾ അവർ എന്താണ് ചിന്തിക്കേണ്ട ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവ് പോലും കൂടിയാണ് ഈ കൺവേർഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠത്തുനിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ ഈ പാർട്ട് 3 കൂടി അവസാനിപ്പിച്ചിട്ട് എന്താണ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാഠം കൂടിയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു പാഠം പരമാവധി എന്താണ് കൺവെൻഷൻ റിയാക്ഷൻസിലൂടെ തന്നെ കടന്നു പോവുക.